ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചോറിനൊപ്പം ഒഴിച്ച് കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ളതും അതേപോലെ തന്നെ വളരെ ടേസ്റ്റി ആയതുമായ ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ ഈ കറി നമ്മൾ മുരിങ്ങയില ചേർത്താണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. ഇത് നമുക്ക് 1-2 ആഴ്ചയോളം നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാവുന്നതുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് മുരിങ്ങയില ഒന്ന് റെഡിയാക്കി എടുക്കണം. നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ തോർത്തി വെച്ചിരിക്കുന്ന മുരിങ്ങയിലയാണിത്. പലരും പല രീതിയിലാണ് മുരിങ്ങയില തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാനിത് തയ്യാറാക്കി എടുക്കുന്നത് മുരിങ്ങയിലയുടെ ചെറിയ തണ്ട് ഇതേപോലെ എല്ലാം കൂടി ഒന്ന് ഒടിച്ചെടുക്കുക. അതിനുശേഷം ഇത് ഒന്നിച്ച് കയ്യിൽ വെച്ചിട്ട് ഒന്നിച്ച് ഇതേ രീതിയിലൊന്ന് ഊരിയെടുക്കുക. ഇതേ രീതിയിലൊന്ന് എടുത്ത ശേഷം ബാക്കി തണ്ട് ഇതുപോലെ ഒന്ന് ഒടിച്ച് കളയാവുന്നതാണ്. എന്നിട്ട് പെട്ടെന്ന് ചെറിയ തണ്ട് നമുക്ക് എടുത്ത് കളയാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാം. അല്ലെങ്കിൽ ഓരോരോ ഇലകളായിട്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം മുരിങ്ങയിലയൊക്കെ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങ ചിരകിയതാണ്. 2 പിടി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ എത്രത്തോളം കറി ഉണ്ടാക്കുന്നതിനനുസരിച്ച് തേങ്ങയുടെ അളവൊക്കെ നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയാണ് ചേർക്കുന്നത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറിയ രീതിയിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 4-5 ചുവന്നുള്ളിയും കൂടി വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് തേങ്ങ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. ആദ്യം നമുക്ക് ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും ഒക്കെ മാറ്റി വെച്ച് കൊടുത്തുകൊണ്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഈ തേങ്ങയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നത് വരെ. അതിനുശേഷം നമ്മൾ ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ. കാരണം നമ്മുടെ തേങ്ങ ഒട്ടും കരിഞ്ഞു പോകരുത്. തേങ്ങ കരിഞ്ഞു പോയാൽ തന്നെ ആ കറിയുടെ ആ ഒരു ടേസ്റ്റ് തന്നെ നഷ്ടപ്പെട്ടു പോകും. ഇപ്പോൾ നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി വരുന്നുണ്ട്. കൈ വിടാതെ തന്നെ നല്ല രീതിയിലൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക. തേങ്ങയൊക്കെ വറുത്തരച്ച് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണത്. തേങ്ങ താണ്ട് ഈ ഒരു കളറായപ്പോൾ തന്നെ ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന മുരിങ്ങയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുരിങ്ങയിലയൊക്കെ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ളതാണ്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമാണ് മുരിങ്ങയില എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ തേങ്ങയുടെ കൂടെ ഈ മുരിങ്ങയിലയും കൂടെ ചേർത്ത് ചെയ്യുമ്പോൾ മുരിങ്ങയില കഴിക്കാത്തവർ പോലും ഇത് കഴിക്കും. ഇതിനകത്ത് മുരിങ്ങയില ചേർത്തിട്ടുണ്ടെന്ന് ഒന്നും പറയുകയല്ല കേട്ടോ. അപ്പോൾ താണ്ട് മുരിങ്ങയിലയും കൂടെ ചേർത്തിട്ട് ഞാനൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുരിങ്ങയില ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഈ സമയം ഞാനിതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്ത ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. കാരണം പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. നമ്മുടെ ഈ ചട്ടി നല്ലതുപോലെ ചൂടായിരിക്കുകയാണ്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് ഇളക്കി ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ ചീനച്ചട്ടിയിൽ തന്നെ ഇത് വെച്ചിരുന്നാൽ ചീനച്ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ തേങ്ങ ഒന്നുകൂടി ചൂടാവുകയും കരിഞ്ഞു പോവുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ടിത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ കണ്ടത് നല്ലതുപോലെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. തേങ്ങയും മുരിങ്ങയിലേക്ക് നല്ലതുപോലെ ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് കുറച്ച് മുളക് പൊടി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളായിരുന്നു. അപ്പോൾ ഇനി ആവശ്യമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മളിതൊന്ന് എടുത്തു നോക്കുമ്പോൾ തന്നെ അറിയാം തേങ്ങയൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. വെള്ളം നനവില്ലാത്തൊരു മിക്സിയുടെ ജാറാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് ഞാൻ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ആദ്യം അരച്ചെടുക്കുന്നത്. ഒട്ടും വെള്ളം ചേർക്കാതെ ആദ്യം നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാവുന്നതാണ്. ഇതാ കണ്ടില്ലേ, ഒട്ടും വെള്ളം ചേർക്കാതെയാണ് നമ്മൾ എടുത്തേക്കുന്നത്. ആ തേങ്ങയുടെ ആ എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് ഈ ഒരു രീതിയിലായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാവുന്നതാണ്. ഇതാ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇനി മിക്സിയുടെ ജാറിലൂടെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ ആദ്യം തേങ്ങ അരയ്ക്കുമ്പോഴേ ആദ്യം നമുക്ക് വെള്ളം ചേർത്ത് വേണമെങ്കിൽ അരച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ വെള്ളം ചേർത്ത് അരയ്ക്കുന്നതും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുന്നതും 2 ടേസ്റ്റാണ് കറിക്ക് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടതിലേക്ക് പുളിയാണ്. ഞാനൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളൻപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ ചൂടുവെള്ളത്തിലാണ് ഇട്ട് വെച്ചിരുന്നത്. അതൊന്ന് തിരുമ്മിയിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക.
നമുക്ക് എത്രത്തോളം കറി ആവശ്യമാണോ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഒരുപാട് വെള്ളം ഒഴിക്കരുത് കേട്ടോ. നമുക്ക് ആവശ്യത്തിന് കുറച്ച് തിക്കായിട്ട് നിൽക്കണം. അപ്പോൾ അതാണ്ട് കുറച്ച് മുളക് പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്തിട്ട് ഇതാ കുറച്ച് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. നമ്മൾ ഈ കറി തയ്യാറാക്കി വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോഴേ ഇത് നല്ല തിക്കായിട്ട് കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാം. ഇനി നമുക്ക് മുരിങ്ങയില ഇല്ലെന്നുണ്ടെങ്കിൽ മുരിങ്ങയില ചേർക്കാതെ തന്നെ ബാക്കിയുള്ളതെല്ലാം ചേർത്തിട്ട് ഇതേപോലെ തന്നെ നമുക്ക് കറി ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ അതാണ്ട് എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ആ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ തേങ്ങ വറുത്തെടുത്ത ചീനിച്ചട്ടി തന്നെയാണ് കേട്ടോ. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പം അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പം അതിലേക്ക് 2-3 ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ഈ വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ കടുക് താളിച്ച് ഞാൻ കുറച്ചൊന്ന് കോരി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്നത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം. നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോഴേ സ്റ്റൗ ഓഫ് ചെയ്തില്ലെങ്കിൽ മുളക് പൊടി പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും. അപ്പോൾ അതാണ്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്നത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതല്ലാതെ ആദ്യം നമ്മൾ ഈ കറി ചൂടാക്കിയ ശേഷം അതിൻ്റെ മുകളിലേക്ക് വേണമെങ്കിൽ നമുക്ക് കടുക് താളിച്ച് അങ്ങനെയും എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കടുക് താളിച്ചത് പൊങ്ങിക്കിടക്കാൻ വേണ്ടിയാണ് ഞാൻ കുറച്ചത് മാറ്റി വെച്ചത്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്തിട്ട് ഈ കറി നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. തിളയ്ക്കരുത്, ഒത്തിരി തിളച്ചങ്ങ് പോകരുത്. ചെറുതായിട്ടൊന്ന് തിള വരുമ്പോൾ തന്നെ നമ്മളിത് ഓഫ് ചെയ്യണം. ഒത്തിരി തിളയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഉപ്പ് കുറച്ച് കുറവായതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ ഹെൽത്തി ആയിട്ടുള്ളതുമായ നല്ലൊരു കറിയാണത്. നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കുക. ഈ കറിയും അതുപോലെ തന്നെ ഒരു തോരനോ ഒരു പപ്പടമോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സുഖമായിട്ട് തന്നെ ഭക്ഷണം കഴിക്കാം. നല്ല ടേസ്റ്റാണിത് ഒഴിച്ചിട്ട് ചോറ് കഴിക്കുമ്പോൾ തന്നെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ കറി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.